ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ജുഹോളിക് ഓൺലൈൻ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് NASS+2 പൊളിറ്റിക്കൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ആണ്. അതിന് മുൻപായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് തിയറി എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 2:15-നാണ്. അപ്പോൾ 2:15 മുതൽ 2:30 വരെ കൂൾ ഓഫ് ടൈമാണ്. ആ സമയം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. പിന്നെ ഒരിക്കലും നിങ്ങൾ ടെൻഷൻ അടിച്ച് എക്സാം അറ്റൻഡ് ചെയ്യരുത്. കൂളായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. പിന്നെ എന്താണ്, മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, കൂൾ ഓഫ് ടൈം യൂട്ടിലൈസ് ചെയ്യുക. അല്ലാതെ ആ ഒരു ടൈം മറ്റുള്ള ആളുകളോട് സംസാരിച്ചിട്ടോ അല്ലെങ്കിൽ പുറത്തേക്ക് നോക്കിയിരുന്നിട്ടോ ഒന്നും സമയം കളയാതെ ആ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ടൊന്ന് വായിക്കുക. എന്നിട്ട് ആൻസറൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിൽ കണക്ക് കൂട്ടി വയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ടൈം ആവുന്ന സമയത്ത് കൂൾ ഓഫ് ടൈം കഴിഞ്ഞാൽ അതൊക്കെ നന്നായിട്ട് നോക്കിയിട്ട് എഴുതാൻ തുടങ്ങാം. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ടെൻഷൻ അടിക്കരുത്. ടെൻഷൻ അടിച്ചാൽ എന്താണ്, നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ പോലും എഴുതാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് ഒരിക്കലും ടെൻഷൻ ആവാതെ നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാം. പൊളിറ്റിക്കൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കുമ്പോൾ 100 മാർക്കിലാണ് മാക്സിമം മാർക്കായിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന ടൈം എത്രയാണ്? 3 മണിക്കൂർ. ആ 3 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ കംപ്ലീറ്റ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഒന്നുപോലും സ്കിപ്പ് ചെയ്യാതെ എല്ലാം ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക. ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങളെ എക്സാമിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അതുകൊണ്ട് നിങ്ങൾ മാർക്കിനനുസരിച്ച് എന്ത് ചെയ്യുക, ആൻസർ എഴുതാൻ ശ്രമിക്കുക. നിങ്ങളിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് 2 മാർക്കിന് നിങ്ങൾ ഒരുപാട് വാരി വലിച്ചെഴുതിയിട്ട് വെറുതെ ടൈം കളഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് ചിലപ്പോൾ നിങ്ങൾ എന്താണ്, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. അത് ചിലപ്പോൾ എഴുതാൻ പറ്റാതെ ടൈം ഔട്ട് ആവുന്ന അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ മാർക്ക് നോക്കിയിട്ട് അതിനനുസരിച്ച് മാത്രം എഴുതുക. ക്വസ്റ്റ്യൻ നമ്പർ 1 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് MCQ ടൈപ്പാണ്. MCQ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരിക്കും. 4 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആൻസർ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. പിന്നെ 21 മുതൽ 35 വരെയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എന്താണ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ശേഷം 36 തൊട്ടിട്ട് 46 വരെയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിന് എത്ര മാർക്കാണ്? 2 മാർക്കാണ് ഓരോ ക്വസ്റ്റ്യനും ഉള്ളത്. പിന്നീട് 47 മുതൽ 52 വരെയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എന്താണ്, ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതിന് എത്ര മാർക്കാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്? 3 മാർക്കാണ് ഉള്ളത്. പിന്നെ 53 മുതൽ 54 വരെയുള്ളത് ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതിന് എത്ര മാർക്കാണ്? 5 മാർക്കാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഇത്തരത്തിലാണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്.